ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. റിപ്പോർട്ട് സംഘം അവിടെ എത്തുകയും ആ വിഷയത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് അതിൻ്റെ സംസ്ഥാനത്ത് ചുമതലയുണ്ടായ വ്യക്തി? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയതാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിന് 16 സീറ്റ്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 20 സീറ്റ്, ശരത് പവാറിൻ്റെ പാർട്ടിക്ക് 7 സീറ്റ്. 3 മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 48-ൽ 32 സീറ്റ് ജയിച്ചത് ഞങ്ങളാണ്. അവിടെയാണ് 3 മാസത്തിനുള്ളിൽ ഈ മറിമായം ഉണ്ടായത്. അപ്പോൾ വലിയ ഫ്രോഡാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയെന്നല്ല, ഫ്രോഡാണ് നടന്നത്. അവിടുത്തെ വിജയം ഇവർ മോഷ്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാ തെളിവുകളും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു, എല്ലാ സ്ഥലങ്ങളിലെയും ഡീറ്റെയിൽസ് കൊടുത്തു. എന്നിട്ട് ഒരു നടപടിയില്ല. ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടിക ഞങ്ങൾക്ക് തരുന്നില്ല. എന്നിട്ട് ഞങ്ങളിതെല്ലാം തെളിവുകൾ ശേഖരിച്ച് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ഒരു നടപടിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ രക്ഷിക്കാനാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിലില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്? ആളുകളുടെ സംശയം ഇതാണ്, എന്തിനാണ് മത്സരിക്കണം? ബാംഗ്ലൂരിൽ സിറ്റിയിലുള്ള ദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,00,000-ലേറെ വോട്ടുകൾ കള്ളവോട്ടുകൾ ചെയ്തിരിക്കുന്നു. ഇതാണ് കാണുന്നത്. കേരളത്തിലും ഇതുപോലെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നതാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാത്തത്. ഇത് വോട്ടർ പട്ടിക ഇനിയും വോട്ടർമാരെ ആധാറുമായി ലിങ്ക് ചെയ്യാതെ ഈ കള്ള വോട്ടർമാരെ കണ്ടെത്താൻ കഴിയത്തില്ല. ഏറ്റവും ആവശ്യം അതാണ്, ആധാറുമായി വോട്ടർമാരെ ലിങ്ക് ചെയ്യുക. അത്തരത്തിലൊരു വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. BJP എത്ര ശ്രമിച്ചാലും ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഈ സംശയം മാറ്റാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം.